പതിവില്ലാതെ ഇന്ന് രണ്ടുപേരും വലിയ സന്തോഷത്തിലാണല്ലോ. എന്നാ പറ്റി? സന്ദീപ് വാര്യർ UDF-ലേക്ക് പോയതിനെ ഇപ്പോഴും വർഗീയ ഉള്ളടക്കത്തോടു കൂടി LDF ചോദ്യം ചെയ്യുന്നുണ്ടല്ലോ. കിട്ടാണ്ടിരിക്കുമ്പോൾ അത് പൊളിക്കും. നാലിക്കാന്റെ അവസ്ഥ കാണുമ്പോൾ പണ്ട് ഞാൻ സ്കൂളിൽ അഭിനയിച്ച നാടകത്തിന്റെ പേരെ ഓർമ്മ വരുന്നേ. അതേ നാടകം യോഗ ഇല്ല അമ്മണിയെ പായായിട്ട് മടക്കിയാൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ 2014 OK വാസു, അശോകൻ തുടങ്ങിയവർ എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. OK വാസു, അശോകൻ തുടങ്ങിയവർ CPM-ലേക്ക് വന്നപ്പോൾ നൽകിയൊരു പ്രതികരണമുണ്ട്. ആ പ്രതികരണം നമുക്കൊന്ന് കേൾക്കാം. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. RSS-ഉം BJP-യും വിട്ടാൽ തന്നെ അവര് CPIM-ഉമായി സഹകരിക്കാമോ എന്നെല്ലാമുള്ള ചിന്ത ചിലർക്കുണ്ട്. എവിടെ പോണു? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. പ്രധാനം എന്തിനാണ്? അവര് നേരത്തെ ഉണ്ടായിരുന്ന RSS-ഉം വിട്ടു, BJP-യും വിട്ടു. എന്നിട്ട് അവര് CPIM-ഉമായി സഹകരിക്കാൻ തയ്യാറാവുക. ഭീകരൻ കൊട്ടും ഭീകരൻ പറഞ്ഞു വരുമ്പോ എന്റെ ഒരു പഴയ ശിഷ്യരായിട്ട് വരും. ഒരു സ്ഥാനവും ഒരു സ്ഥാനമാനം ഇന്നത് വേണമെന്ന് അവര് വിലപേശുന്നില്ല. അവര് CPIM-ഉമായി സഹകരിച്ച് നിൽക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്തു. ഇങ്ങോട്ട് വന്നേനി, എന്നിട്ട് ഇങ്ങോട്ട് നിന്നേനി. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് വാസു മാസ്റ്റർ, എനിക്ക് നിന്റെ പാർട്ടി ചേരണം, നിന്റെ പാർട്ടി നല്ല അസല് പാർട്ടിയാ, ആരും കൊതിക്കുന്ന പാർട്ടി. മറ്റൊരു പ്രധാന നേതാവ് അശോകൻ, ഇവർ രണ്ടാളും ആ വേദിയിൽ സംസാരിക്കുകയുണ്ടായി. ഈ രണ്ട് കൈയും കൂട്ടി ഇങ്ങനെ ഇടിക്കുകയാണ്. വാസു മാസ്റ്റർ സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പിന്നെ വാസു മാസ്റ്റർ സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ഞാൻ വാക്കാലേ വലിയ തോതിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരാളാണ്. കാര്യം നമ്മൾ പലപ്പോഴായിട്ടൊന്ന് ഉരസിയിട്ടുണ്ടെങ്കിലും ഞാനത് മറന്നു. ഹാനങ്ങളായതൊക്കെ പതിവാ. അതെല്ലാം ഏറ്റുപറഞ്ഞ് പശ്ചാത്താപം രേഖപ്പെടുന്ന ഒരു നില അദ്ദേഹം ആ സമ്മേളനത്തിൽ തന്നെ സ്വീകരിച്ചു. സത്യം പറഞ്ഞ ആശാന്റെ കഴിവെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിലൊന്നും അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. ഒരു സ്ഥാനവും അദ്ദേഹം പ്രത്യേകമായി അദ്ദേഹം ഈ വന്നവരോ ആഗ്രഹിക്കുന്നുമില്ല. അപ്പൊ ഞങ്ങൾ പാർട്ടി പ്രവർത്തിക്കുന്നതിനാ, ഞങ്ങളെ പാർട്ടിയിലുള്ളവരെ മാത്രം ഇങ്ങനെ വെച്ചിരിക്കാനല്ലോ. അപ്പൊ പണ്ട് നിങ്ങൾ പറഞ്ഞ ഇതിനെതിരെ പ്രതിഷേധിക്കണമെന്ന്? അന്നത്തെ സാഹചര്യമല്ല ഇന്നത്തെ സാഹചര്യം. അന്ന് അവര് ഭരിച്ചു, അതുകൊണ്ട് ഞാൻ പറഞ്ഞു അവരെ സംരക്ഷിക്കണം. ഞങ്ങളോടൊപ്പം അണിനിരത്താനാണല്ലോ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. ഒരു മിനിറ്റ്. എന്താ ഉറക്കം വരുന്നു? എല്ലാ പാർട്ടികളും അതാണല്ലോ ചെയ്യുന്നത്. ആ പ്രവർത്തനം ഞങ്ങൾ നടത്തുന്നത്. വർഗീയതയുടെ ഒരു കാളിയനെ കഴുത്തില് അണിയാൻ അതൊരു അലങ്കാരമായി കൊണ്ടു നടക്കാൻ കോൺഗ്രസിന് മാത്രമേ പറ്റൂ. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. ഇവനെയൊക്കെ നന്നാക്കാൻ നോക്കുന്നത് അണ്ടർവെയറിൽ നീലം മുക്കുന്ന ഒരേ പോലെയാ.